ജൂലൈ 9 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ വെറോണിക്ക ജൂലിയാനി, വിശുദ്ധ അനത്തോലിയ, വിശുദ്ധ ഔദാക്സ്, പോളണ്ടിലെ വിശുദ്ധ യൂസ്തുസ്, വിശുദ്ധ ബർണബാസ്, വിശുദ്ധ ബ്രിക്തിയൂസ്, വിശുദ്ധ പാത്തർമുത്തിയൂസ്, വിശുദ്ധ കോപ്രസ്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ സിറിൽ, വിശുദ്ധ എവറിന്തീസ്. വിശുദ്ധ വെറോണിക്ക ജൂലിയാനി 1660 1777 കാലഘട്ടത്തിലാണ് വിശുദ്ധ വെറോണിക്ക ജൂലിയാനി ജീവിച്ചിരുന്നത്. വെറോണിക്ക ജൂലിയാനി ഇറ്റലിയിൽ മെർക്കാത്തെല്ലോ എന്ന പ്രദേശത്ത് ജനിച്ചു. ഉർസുല എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. ബാല്യം മുതൽക്കേ ദരിദ്രരോട് അവൾ വളരെ പ്രതിപത്തി കാണിച്ചിരുന്നു. തനിക്ക് ആവശ്യമില്ലാത്തവയിൽ നിന്ന് അവസരക്ക് ദാനം ചെയ്യുകയല്ല അവൾ ചെയ്തിരുന്നത്. പ്രത്യുത ടൂൾസിലെ മാർട്ടിനെ പോലെ തനിക്ക് പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ പോലും വെറോണിക്ക ദാനം ചെയ്തിരുന്നു. 11ാമത്തെ വയസ്സ് മുതൽ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തോടും ദൈവമാതാവിനോടും പ്രത്യേക ഭക്തി അഭ്യസിച്ചിരുന്നു. ചെറുപ്പത്തിൽ ചില തെറ്റുകൾ ഉർസുലയ്ക്കുണ്ടായിരുന്നു. താൻ അഭ്യസിക്കുന്ന ഭക്തികൾ അഭ്യസിക്കാത്തവരോട് അവൾക്കൊരുതരം വെറുപ്പ് തോന്നിയിരുന്നു. തൻ്റെ പിതാവിന് ഒരു ഉയർന്ന ഉദ്യോഗം ലഭിച്ചപ്പോൾ അവൾക്ക് മായാസ്തുതി തോന്നി. അവരോട് പുച്ഛവും തോന്നിയിരുന്നു. എന്നാലും ശിശുവായിരുന്നപ്പോൾ ഒരു കന്യാസ്ത്രീയാകാൻ ചെയ്ത തീരുമാനത്തിന് ഇളക്കമൊന്നും വന്നില്ല. പിതാവ് വിവാഹകാര്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എതിർപ്പ് പ്രകാശിപ്പിച്ചുവെന്ന് മാത്രമല്ല, രോഗിയായി മാറാനും തുടങ്ങി. പിതാവ് ഉടനെ കന്യാസ്ത്രീയാകാൻ അനുവാദം നൽകി. അവൾ ചിത്താ ദി കസ്തല്ലായിലുള്ള ക്ലാരമഠത്തിൽ ചേർന്നു. പീഡാനുഭവത്തോടുള്ള ഭക്തി പ്രകർഷത്താൽ അവൾ വെറോണിക്ക എന്ന നാമം സ്വീകരിച്ചു. സ്വീകരണ ദിനം കഴിഞ്ഞപ്പോൾ ബിഷപ്പ് മഠാധിപയോട് രഹസ്യമായി പറഞ്ഞു: ഈ മകളെ മദറിൻ്റെ പ്രത്യേക സൂക്ഷ്യത്തിനേൽപ്പിക്കുന്നു. അവൾ ഒരിക്കൽ ഒരു വിശുദ്ധയാകും. ക്ലാരസഭയിലെ തപോനിയമങ്ങളെല്ലാം വെറോണിക്ക അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു. സ്വന്തമായി ചിലത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അവളുടെ ഈ ഭക്തി പ്രകർഷം നിഗളമായി ചിലർ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതുകൊണ്ട് വിശുദ്ധീകരണത്തിന് പുതിയ മാർഗം തുറന്നു. 1678 വ്രതവാഗ്ദാനം ചെയ്തപ്പോൾ കർത്താവിന് നൽകിയ ജ്ഞാനപുഷ്പാഞ്ജലിയിൽ അടങ്ങിയിരിക്കുന്ന ഒരാഗ്രഹം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സഹിക്കുക എന്നതായിരുന്നു. അന്ന് കർത്താവ് കുരിശ് വഹിക്കുന്ന ഒരു ദർശനം അവൾക്കുണ്ടായെന്നും ഹൃദയത്തിലൊരു കുരിശ് പതിച്ചു കിട്ടിയെന്നും പറയുന്നു. 1694 പഞ്ചക്ഷതങ്ങളും നമ്മുടെ കർത്താവിൻ്റെ മുൾമുടിയുടെ മുറിവുകളും അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് അതിസ്വാഭാവികമാണോ എന്ന് അറിയാൻ ചികിത്സിച്ചു നോക്കി. ഫലമൊന്നും ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് നോവിസ് മിനിസ്ട്രസിൻ്റെ ഭാരമേറിയ ജോലി അവൾ നിർവഹിച്ചിരുന്നു. 1716 താൻ താമസിച്ചിരുന്ന മഠത്തിലെ ആബസുമായി 67 വയസ്സുള്ളപ്പോൾ മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ശരീരം തളർന്ന അബോധാവസ്ഥയിലായി. 1727 ജൂലൈ 9 വെറോണിക്ക ദിവംഗതയായി. 1839 അൽഫോൺസ് ലിഗോരിയോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: മുൾമുടിയും കുരിശും ധരിച്ചിരിക്കുന്നതായിട്ടാണ് ഈ മിസ്റ്റിക് വിശുദ്ധയെ ചിത്രീകരിക്കാറുള്ളത്. സഹനം കൂടാതെ വിശുദ്ധയില്ല. വിശുദ്ധയായ വെറോണിക്ക ജൂലിയാനിയെ സഹിക്കുവാനുള്ള അവസരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് സഹനത്തെ ഏറ്റെടുക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.